യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്കാണ് പോകുന്നത്. നോക്കിക്കോ, ലെറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് ബൈനോമിയൽ തിയറം ആണ് ക്വസ്റ്റ്യൻ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു ആർ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്. ആ എക്സ്പാൻഷനില് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു ആർ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ആർ ആണ് അതിന്റെ എക്സ്പാൻഷൻ. ഇതാണ് കേട്ടോ എക്സ്പാൻഷൻ. സിഗ്മ ആർ ഈക്വൽ ടു 0 to n ആൽഫ ആർ. കണ്ടോ നിങ്ങള്? അപ്പൊ എന്താ ഇതിന്റെ സംഭവം? സിഗ്മ എന്ന് പറഞ്ഞ സമ്മേഷൻ ആണ്, ആൽഫ ആർ എന്ന് പറഞ്ഞ കോഎഫിഷ്യൻസ് ആണ്, എക്സ് റൈസ് ടു ആറിന്റെ കോഎഫിഷ്യന്റ്. അപ്പോ സിഗ്മ ആർ ഈക്വൽ ടു 0 to n ആൽഫ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n അല്ലേ? അപ്പൊ അത് കോഎഫിഷ്യൻസിന്റെ സം ആണ്. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ആണ് എന്ത്? ബീറ്റ റൈസ് ടു n മൈനസ് ഗാമ റൈസ് ടു n എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പാൻഷനിൽ സം ഓഫ് ദ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എഴുതാണ് എക്സ് മൈനസ് 2x² പ്ലസ് 4 ഹോൾ റൈസ് ടു 50 എന്ന് പറയുമ്പോൾ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ത്രൂ ഔട്ട് നമ്മൾ 1 അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ എക്സ്പാൻഷനിൽ, അതായത് എക്സ്പാൻഷൻ ഓഫ് എന്ന് പറയുന്ന ഇതിൽ എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കാൻ പോവാണ്? 1 കൊടുക്കാൻ പോവാണ്. 1 കൊടുക്കുന്ന സമയത്ത് ആൽഫ ആർ എന്ന് പറയുന്ന സമയത്ത് എന്താവും? 1 പ്ലസ് 3 ഹോൾ റൈസ് ടു n മൈനസ് 1 4 റൈസ് ടു n മൈനസ് 1 പ്ലസ് 4 റൈസ് ടു n മൈനസ് 2 ഇൻറ്റു 3. 1 പ്ലസ് 2 3 ആണ്. 4 റൈസ് ടു n മൈനസ് 3 ഇൻറ്റു 3 സ്ക്വയർ. ഇങ്ങനെ വന്നല്ലോ. പ്ലസ് എക്സെട്ര പ്ലസ് വാട്ട് ഈസ് ലാസ്റ്റ് ടേം? ലാസ്റ്റ് ടേം ഈസ് 3 റൈസ് ടു n മൈനസ് 1. അപ്പൊ ഞാൻ അതിന് ത്രൂ ഔട്ട് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സം ഓഫ് ദ കോഎഫിഷ്യൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം? 4 റൈസ് ടു n മൈനസ് 1 കോമൺ ഫാക്ടർ എടുക്കാം അല്ലെ? അപ്പൊ 1 വരും. 1 പ്ലസ് രണ്ടാമത്തെ ടേം 3/4 വരും. മൂന്നാമത്തെ ടേം എന്ത് വരും? 3/4 ദ ഹോൾ സ്ക്വയർ വരും. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റത്തെ ടേം ആകുമ്പോൾ 3/4 ഹോൾ റൈസ് ടു n വരും അല്ലെ? n മൈനസ് 1 ആയിരിക്കും അല്ലെ? 4 റൈസ് ടു n. അപ്പൊ അത് ജി പി ആണ്. ആ ജി പിയിൽ എന്താണ്? n ടേമിന്റെ സം ആണ്. അപ്പൊ 4 റൈസ് ടു n മൈനസ് 1 ഇൻറ്റു n ടേമിന്റെ സം a ഇൻറ്റു a1 ആണ്. 1 ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു n. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 മൈനസ് ആർ റൈസ് ടു n 1 മൈനസ് 3/4 ഹോൾ റൈസ് ടു n ബൈ എന്താണ്? 1 മൈനസ് 3/4 എന്ന് വന്നു. അപ്പൊ എന്തായത്? 4 റൈസ് ടു n മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 3/4 ഹോൾ റൈസ് ടു n അല്ലെ? അപ്പൊ 1 മൈനസ് 3 റൈസ് ടു n ബൈ 4 റൈസ് ടു n ബൈ 1 മൈനസ് 3/4 ഈസ് 1/4 ആണ്. ആ 4 ന്യൂമറേറ്ററിലേക്ക് പോയി. ഓക്കെ. അപ്പൊ 4 റൈസ് ടു n മൈനസ് 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 റൈസ് ടു n ആണ്. ദാറ്റ് ഈസ് 4 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ബൈ 4 റൈസ് ടു n ആണ്. അപ്പൊ ഇവിടെ ഈ 4 റൈസ് ടു n 4 റൈസ് ടു n നമുക്ക് കട്ട് ചെയ്ത് പോയി. അപ്പൊ 4 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n കിട്ടിയില്ലേ? 4 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ആണ് എന്ത്? സം ഓഫ് ദ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോ, അവിടെ കമ്പയർ ചെയ്തോ, അവിടെ ബീറ്റ 4 ആണ്, ഗാമ 3 ആണ്. അപ്പൊ ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഈസ് 4 സ്ക്വയർ 16 പ്ലസ് ഗാമ 3 സ്ക്വയർ 9. അപ്പൊ അത് 25 ആണ് നമ്മുടെ ആൻസർ. സെറ്റ് അല്ലേ മക്കളെ?